ഒരു നല്ലോണം പ്രമേഹം നിയന്ത്രിച്ചിരുന്ന ഒരു പേഷ്യന്റ് കുറച്ചു കാലത്തിന് ശേഷം പെട്ടെന്ന് ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ടു. കുറെ വെയിറ്റ് ഒക്കെ തൂക്കമൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷുഗർ നോക്കിയപ്പോൾ വളരെ ഹൈ ആയിരുന്നു. നോക്കുമ്പോൾ മനസ്സിലായത് അവര് മരുന്നുകളെല്ലാം പാടെ നിർത്തി ചിയ സീഡ്സ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചിയ സീഡ്സ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, വളരെ നല്ല നിയന്ത്രണത്തിലായിരുന്നു എന്നാണ് രോഗി അവകാശപ്പെടുന്നത്. പക്ഷെ നമ്മൾ ഷുഗർ നോക്കുമ്പോൾ 300-നടുത്ത് ഷുഗർ ഉണ്ട്. HbA1c എന്ന 3 മാസക്കാലത്തെ ആവറേജ് ഏകദേശം 10% അടുപ്പിച്ചുണ്ട്. അപ്പം ഇവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഈ ചിയ സീഡ്സ് എന്നുള്ള ഒരു ആഹാര സാധനത്തിൽ വളരെ അധികം വിശ്വാസം കൊടുത്തുകൊണ്ട് അവർ മരുന്നുകൾ പാടെ നിർത്തി. ആദ്യമായിട്ട് ചിയ സീഡ്സ് എന്ന് പറയുന്ന അതിലെ യാതൊരു മാജിക്കൽ ഇഫക്റ്റും ഇല്ല. നമുക്കറിയാം അതൊരു ചെടിയുടെ അരിയാണ്. അത് നല്ലപോലെ നാരുകളുണ്ട്, ഏറെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് ഗുണങ്ങളുണ്ട്. പിന്നെ മുട്ടയും മത്സ്യവും ഒന്നും ഉപയോഗിക്കാത്ത വെജിറ്റേറിയൻസിന് ഒരു നല്ല പ്രോട്ടീന്റെയും നാരിന്റെയും സോഴ്സ് ആയിട്ട് ഒരു പക്ഷേ അത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ പലപ്പോഴും രോഗികൾ വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു ഫാൻസി ആയിട്ടുള്ള ആഹാര സാധനത്തിലേക്ക് മാറിയാൽ, ഓട്സിലേക്ക് മാറിയാൽ, ചിയ സീഡ്സ് ഉൾപ്പെടുത്തിയാൽ ഒക്കെ ഒരു മാജിക് സംഭവിക്കും, അല്ലെങ്കിൽ ഈ പ്രമേഹ രോഗം പാടെ അങ്ങ് നിയന്ത്രണത്തിലാവും എന്നുള്ളത്. പക്ഷെ അതിനെക്കുറിച്ച് ഒരു ശാസ്ത്രീയമായി നമ്മൾ മനസ്സിലാക്കണം. ചിയ സീഡ്സ് ആകട്ടെ, ഓട്സ് ആകട്ടെ ഒക്കെ തന്നെ മറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന അന്നജത്തിനേക്കാൾ കൂടുതൽ നാരുകളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിക്കുന്നത്. പക്ഷെ അത് മാത്രമായിട്ടൊരു പ്രമേഹ നിയന്ത്രണം സാധ്യമാണോ? അല്ല. പ്രമേഹ നിയന്ത്രണത്തിന്റെ പ്രധാന 3 തൂണുകളാണ്. ഒന്ന്, ആഹാര ക്രമീകരണം. അത് ആഹാര ക്രമീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കഴിക്കുന്നതിൽ നിന്ന് പാടെ മാറി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ചിയ സീഡ്സ് ഉപയോഗിക്കുക എന്നുള്ളതല്ല. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെ കുറിച്ച് ആദ്യമായി നമ്മൾ തന്നെ മനസ്സിലാക്കുക. അതിൽ എത്ര അന്നജമുണ്ട്, എത്ര പ്രോട്ടീൻ ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഫൈബർ ഉണ്ട്. നാരുകൾ കൂടിയ ഭക്ഷണം കഴിക്കുക, പ്രോട്ടീൻ കൂടുതലുള്ള ആഹാരം ഉൾപ്പെടുത്തുക. അതായത് നാരുകൾ എന്ന് പറയുമ്പോൾ പച്ചക്കറികൾ, പയർവർഗ്ഗങ്ങൾ ഒക്കെ തന്നെ നല്ല ധാരാളമായിട്ട് ഉപയോഗിക്കുക. കിഴങ്ങ് വകകൾ മിതപ്പെടുത്തുക. അന്നജം, അരി, ഗോതമ്പ് ഒക്കെ പോലെയുള്ള അന്നജം മിതപ്പെടുത്തുക. അതിനോടൊപ്പം തന്നെ നമ്മൾ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ മാംസ്യം, പ്രോട്ടീൻ ഇറച്ചി, മീന്, മുട്ട അതിലൊക്കെയാണുള്ളത്, പയർവർഗ്ഗങ്ങൾ, കടല. പക്ഷെ എപ്പോഴും ആനിമൽ പ്രോട്ടീൻ, അതായത് ഇറച്ചി, മീന്, മുട്ട അതിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ ആണ് കുറച്ചുകൂടെ മെച്ചപ്പെട്ടത്. അത് ഉപയോഗിക്കാമെങ്കിൽ അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ പയർവർഗ്ഗങ്ങളും കടലയും ഒക്കെ ഒരു സന്തുലിത ആഹാരം എന്നുള്ളതാണ് പ്രധാനം. അല്ലെങ്കിൽ ഒരു കീറ്റോ ഡയറ്റിൽ പോയി, അല്ലെങ്കിൽ ഒരു ക്രാഷ് ആയിട്ട് 2 ആഴ്ച ഡയറ്റ് ചെയ്ത് തൂക്കം കുറച്ചു എന്നൊന്നും പറഞ്ഞാൽ അത് ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല. നമുക്ക് സന്തുലിതമായിട്ടുള്ള ചെറിയ ചെറിയ ഇടവേളകളിൽ കഴിക്കാവുന്ന ആരോഗ്യകരമായ ഭക്ഷണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. രണ്ടാമത്തെ പില്ലറാണ് ഒന്ന്, നമ്മൾ വ്യായാമം. ദൈനംദിനം ഉള്ള വ്യായാമം. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും വ്യായാമം ചെയ്യണം. ഒരു 2 ദിവസത്തിൽ കൂടുതൽ വ്യായാമത്തിന് മുടക്കം വരാൻ പാടില്ല. അതിൽ സന്തുലിതമായ ആ വ്യായാമവും ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നടപ്പ്, സൈക്ലിങ്, സ്കിപ്പിംഗ്, അങ്ങനത്തെ വ്യായാമത്തിന്റെ കൂടെ മസിൽ സ്ട്രെങ്തൻ ചെയ്യുന്ന വ്യായാമം, പിന്നെ ബാലൻസ് നിലനിർത്തുന്ന വ്യായാമം, അത്തരത്തിലുള്ള വ്യായാമങ്ങളും കൂടെ ഉൾപ്പെടുത്തേണ്ടതാണ്. മൂന്നാമത്തേതാണ് മരുന്നുകൾ. മരുന്നുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മരുന്നുകൾ ഒരാൾക്ക് ഉപയോഗിക്കുന്നതായിരിക്കില്ല മറ്റൊരാൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ കൃത്യമായി ഒരു വൈദ്യസഹായം തേടി തന്നെ മരുന്നുകൾ നിർണ്ണയിക്കുക. ഈ മരുന്നുകൾ ദോഷഫലങ്ങൾ സൃഷ്ടിക്കും, അല്ലെങ്കിൽ വൃക്കരോഗം ഉണ്ടാക്കും എന്നുള്ള പേടിയിൽ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നത് വളരെ ഹാനികരമാണ്. അപ്പൊ നമ്മള് മരുന്നുകൾ കുറച്ചു കൊണ്ടുവരാം, അല്ലെങ്കിൽ ചില ഘട്ടങ്ങളിൽ നിർത്തുക തന്നെ ചെയ്യാം. പക്ഷെ അതൊരു ഡോക്ടറുടെ അഭിപ്രായ പ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ആയിരിക്കണം. മരുന്നുകളുടെ ഒരു പ്രത്യേകത, ഒരു 24 മണിക്കൂർ മാത്രമേ ഒരു മരുന്നിന് പ്രവർത്തിക്കാനാവുള്ളൂ. ചില മരുന്നുകൾ മാത്രമേ അതിനപ്പുറത്തോട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പം അത്തരത്തിലുള്ള മരുന്ന് ആഴ്ചകളോളം നിർത്തിവെച്ചാൽ സ്വാഭാവികമായിട്ടും പ്രമേഹം ഒരുപാട് നിയന്ത്രണാതീതമായി ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ മരുന്നുകൾ ജുഡീഷ്യസ് ആയിട്ട് ഉപയോഗിക്കുക. അതിനെക്കുറിച്ചുള്ള ഒരു അകാരണമായ ഭീതി ആവശ്യമില്ല. ഈ വൃക്കരോഗവും കരൾ രോഗവും ഉണ്ടാകുന്നത് പ്രമേഹം കൊണ്ടാണ്.
മരുന്നുകൾ കൊണ്ടല്ല. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉറക്കം, ഒരു 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 ശാസ്ത്രീയമായിട്ടുള്ള രോഗത്തിനെ കുറിച്ചുള്ള അവബോധം, ഇവയെല്ലാമാണ് ഒരു പ്രമേഹ രോഗ ചികിത്സയിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത്. അല്ലെ ഡ്രമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്നൊരു മാജിക് പോലെ എന്തെങ്കിലും ഒരു ആഹാരം ഞാൻ ഉൾപ്പെടുത്തി അതുകൊണ്ട് എല്ലാം മാറും എന്നുള്ള അശാസ്ത്രീയമായിട്ടുള്ള അവകാശവാദങ്ങൾ ആരെങ്കിലും ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് സ്വയം ഒന്ന് നോക്കുക. നോക്കിയിട്ട് മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യാവൂ. എപ്പോഴും ആഹാരം എന്ന് പറയുന്നത് ഒരു സന്തുലിത ആഹാരം എന്നുള്ളതിനായിരിക്കണം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്.